ഇതൊരു ആത്മപരിശോധനയാണ്. നമ്മൾക്ക് വേണ്ടി ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിലും എടുക്കാറുണ്ടോ എന്ന്. ഉദാഹരണത്തിന്, നിരവധി വർഷങ്ങളായി ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു തച്ചൻ തൻ്റെ ബോസിനോട് പറഞ്ഞു താൻ വിരമിക്കാൻ തയ്യാറാണെന്ന്. ബോസ് അദ്ദേഹം പോകുന്നത് കണ്ട് ദുഃഖിതനായി അദ്ദേഹത്തോട് പോകുന്നതിന് മുമ്പ് ഒരു വീട് കൂടി നിർമ്മിക്കാമോ എന്ന് ചോദിച്ചു. തച്ചൻ സമ്മതിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഇനി കമ്പനിയിൽ തുടരുന്നില്ലെന്നും ഇത് തൻ്റെ അവസാനത്തെ വീട് നിർമ്മാണമാണെന്നും. അദ്ദേഹം മോശം വസ്തുക്കൾ ഉപയോഗിക്കുകയും സാധ്യമായ എല്ലായിടത്തും കുറുക്കുവഴികൾ സ്വീകരിക്കുകയും ചെയ്തു. തച്ചൻ ജോലി പൂർത്തിയാക്കിയപ്പോൾ ബോസ് വീട് പരിശോധിക്കാൻ വന്നു. തുടർന്ന് അദ്ദേഹം തച്ചൻ്റെ കയ്യിൽ മുൻവാതിലിൻ്റെ താക്കോൽ നൽകി. ഇത് നിങ്ങളുടെ വീട്, എൻ്റെ സമ്മാനം നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. തച്ചൻ ഇത് കേട്ട് ഞെട്ടുകയും ലജ്ജിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് തൻ്റെ സ്വന്തം വീട് നിർമ്മിക്കുകയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം അത് പൂർണ്ണമായും വ്യത്യസ്തമായും ചെയ്യുമായിരുന്നു. ഈ കഥയുടെ ധാർമ്മികത ഇതാണ്: നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ സ്വന്തം ജീവിതം നിർമ്മിക്കുകയാണ്. അതിനാൽ നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ഏറ്റവും മികച്ച ജോലി ചെയ്യണം, മറ്റാരും നോക്കുന്നില്ലെങ്കിൽ പോലും.